സ്റ്റാർട്ട് ചെയ്ത് പറയാനാണെങ്കിൽ അറൗണ്ട് നമ്മളൊരു 10 lakh ക്യാപിറ്റൽ തുടങ്ങിയ ഒരു അക്കൗണ്ടാണ്. അത് ഓൺ ദ വേ കുറേ ക്യാപിറ്റൽ ആഡ് ചെയ്തിട്ടുണ്ട്, റിട്ടേണും കൂടി ബഫർ കൂടി കറന്റ് 2.5 മാനേജ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി നമ്മൾ ഒരു ലോക്കൽ ലാംഗ്വേജിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മണ്ടനാണെന്ന് ഞാൻ എന്ന് അക്സെപ്റ്റ് ചെയ്തോ അന്നാണ് എനിക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആക്കാൻ പറ്റിയിട്ടുള്ളൂ. അതല്ല ഞാൻ പറയുന്നത് ശരിയാവണം, ഞാൻ പറയണതാണ് ശരി, ഇങ്ങനെ പോവും എന്ന് മാർക്കറ്റിനോട് വാശി പിടിച്ച സമയത്ത് ആ ഒരു ഈഗോ ഞാൻ വെച്ചിരുന്നിടത്തോളം ഐ വാസ് റോങ്. ഹ്യൂമൻ സൈക്കോളജിക്ക് ഒരു പ്രശ്നമുണ്ട്. ചെറിയ ചെറിയ വിന്ന് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാൻ ചോദിക്കണം, അവിനാശിൻ്റെ അടുത്ത് 10 കോൺസിക്യൂട്ടീവ് ട്രേഡ് എടുക്കുമ്പോൾ 8 വിന്ന് കിട്ടും, 2 ലൂസ് കിട്ടും. അതേ സമയത്ത് 8 ലൂസും 2 വിന്നും, ലൈക്ക് അറ്റ് ദ എൻഡ് റിസൾട്ട് ഒന്നാണെങ്കിലും യു വിൽ ഗോ വിത്ത് 8 വിൻ. ബിക്കോസ് നമുക്ക് ലോസസ് എടുക്കാൻ നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ബൈക്കിൻ്റെ ബ്രേക്കിംഗ് എങ്ങനെയാണെന്ന് എനിക്കറിയാം, എവിടെ ക്ലച്ച് പിടിക്കണം, എവിടെ ഇത് ചെയ്യണം, ഏത് രീതിയിൽ റൈഡ് ചെയ്താൽ കംഫർട്ടബിളായി പോകുന്നത് എനിക്കറിയാം. പെട്ടെന്ന് അഭിനാശൻ എത്ര വലിയ റൈഡറാണെങ്കിൽ ശരി, എൻ്റെ ബൈക്കിൽ കയറിയിട്ട് കുറച്ച് ഇത് കഴിഞ്ഞാൽ ഒന്ന് പതറും. സെയിം തന്നെയാണ് സ്ട്രാറ്റജി എടുക്കുന്നത്. ഈവൻ അവർ ചാറ്റ് GPT കോഡ് ചെയ്തൊക്കെ ചെയ്യുന്ന ആൾക്കാർ പിന്നെ എന്തിനാണ് നമ്മുടെ ഒരു ഗൈഡൻസ്. പക്ഷെ അവർ പ്രോഫിറ്റബിൾ അല്ല. പക്ഷെ നമ്മുടെ കൂടെ ഇരുത്തി ഒരു കുറച്ച് ക്ലാസ്സസ് നമ്മളെ കൂടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് അവർ ചെയ്തപ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഒരു സപ്പോർട്ട് കൊടുത്തപ്പോൾ തന്നെ അവർ പ്രോഫിറ്റബിൾ ആയി, നമ്മുടെ കൺമുന്നിൽ തന്നെ പ്രോഫിറ്റബിൾ ആയി.